പക്ഷെ ഇന്ന് കേരളത്തിലെ ഈ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി വീണ്ടും ചാർജ് ചെയ്തപ്പോൾ ഇന്ന് ഓരോ കുടുംബത്തിലെയും രക്ഷകനായി മാറിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തലയും പോലീസ്. ഓരോ കുടുംബത്തിലെയും അംഗം. കാരണം ആ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് എന്റെ കുടുംബത്തിൽ ഒരു രക്ഷകനാണ് എന്ന രീതിയിൽ പോലീസ് സേന ഞങ്ങളുടെ രക്ഷകനായ ഫീലിംഗ് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചു. കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ രക്ഷിതാക്കളാണ്, മാതാപിതാക്കളാണ് ഞങ്ങളെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധി മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വിളിച്ചിട്ട് പല കുടുംബത്തിലും ഈ ചില അവസ്ഥകളുണ്ട്. ആരും പുറത്തു പറയാതെ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അവരെ മക്കള് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് പെട്ട് എന്താ പറഞ്ഞ അത്രമാസം ഒരു ഞെരുക്കത്തിലായിരുന്നു. അവിടെയാണ് ഒരു ആശ്വാസ കരങ്ങളുമായി കേരളത്തിൽ പോലീസ് വന്നിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചു മിഠായി. ചില ആളുകൾ ഒന്ന് നമ്മുടെ നാടൻ ഭാഷ ഒന്ന് നോക്കടി, ഒന്ന് രുചിച്ചു നോക്കട എന്നൊക്കെ പറഞ്ഞ് നമ്മളത് സമീപിക്കും. അപ്പോൾ രുചിച്ചു നോക്കുമ്പോൾ അപ്പോൾ എന്താണ് ഒരു രസമുണ്ടാകും. പക്ഷെ ആ രസം ഏറിയ ഒരു മാസം. പക്ഷെ ആ ഒരു മാസത്തെ രസത്തിനും ആ ഒരു മാസത്തെ ലഹരിക്കും നിങ്ങളുടെ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് കൊടുക്കുന്നത്. നിങ്ങളുടെ അല്ല, ഓരോ ചെറുപ്പക്കാരായാലും ഓരോ ചെറുപ്പക്കാരികളായാലും പുതിയ തലമുറ നശിച്ചാൽ രാജ്യം തന്നെ നശിക്കുന്നത്. പണ്ടൊക്കെ യുദ്ധങ്ങളാണ് ഉണ്ടാകുന്നല്ലേ, പണ്ടൊക്കെ യുദ്ധങ്ങളാണ് ഉണ്ടാകുന്നത് ഓരോ രാജ്യത്തെ നശിപ്പിക്കാൻ. ഇന്ന് അത് വേണ്ട. ഇങ്ങനെ ഒരു ലഹരി വസ്തുക്കൾ നമ്മുടെ രാജ്യത്ത് വ്യാപകമാക്കിയാൽ നമ്മുടെ രാജ്യവും നാടും നശിച്ച് നാരായണ നമ്മുടെ നാടൻ ഭാഷകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഓപ്പറേഷൻ തൂഫാനില് നമ്മൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകും. അവിടെ ഭൂരിപക്ഷം ഓർക്കും എന്റെ കുടുംബം അതിലില്ല എന്ന്, പിന്നെന്താ ഞാൻ ചെയ്യണമെന്ന് ചിന്തിക്കും നിങ്ങൾ രക്ഷിതാക്കൾ അല്ല നമ്മൾ ഓരോരുത്തരും. പക്ഷെ ഞാൻ പറയുന്നു, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ എന്റെയും നിങ്ങളുടെയും മക്കളുടെയും കൊച്ചുമക്കൾ വലിയ അപകടത്തിലേക്ക് ചെന്നിട്ടാണ്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ തുഫാനുമായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഇന്ന് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നതിലേക്ക് റിഹാബിലിറ്റേഷൻ, അവരെ സംരക്ഷിക്കുക. അതിന് 90 വർഷം പഴക്കമുള്ള ഈ ഹോസ്പിറ്റൽ അത് ഏറ്റെടുത്തപ്പോൾ, അതിന് ദുഃഖം കുറിച്ചപ്പോൾ ആദര സേവന രംഗത്ത് നമുക്ക് ക്രിസ്തീയ സഭകളുടെ ഇടപെടലും അവർ ഈ സമൂഹത്തിൽ ചെയ്ത സംഭാവന നമുക്കറിയാം. ഒരു പള്ളിക്കൂടം എന്ന് പറഞ്ഞ പോലെ ഈ എല്ലായിടത്തും ആരോഗ്യ കേന്ദ്രങ്ങൾ പണിത് പാവങ്ങൾക്ക് ചികിത്സ കത്താണിയായ ഈ LF ഹോസ്പിറ്റൽ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി 1970 ഇതിലെ LF ഹോസ്പിറ്റൽ വന്നപ്പോൾ ഞാനൊന്നും ധരിച്ചിട്ടില്ല. അപ്പൊ അന്ന് അദ്ദേഹം വന്ന് പറഞ്ഞ കാര്യം ഓർത്തിരുന്നെന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ പിതാവിനെ കൊണ്ടുവന്നപ്പോൾ കണ്ണ് ആശുപത്രി അല്ലെങ്കിൽ വിഷചികിത്സ എന്ന് വെച്ചാൽ അത് അപ്പം നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ടോണി ഫെർണാണ്ടസ് ഡോക്ടറെയും അതുപോലെ മറ്റുള്ള ഈ ഹോസ്പിറ്റലിലാണ് വരുന്നത്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ നമുക്ക് ഓപ്പറേഷൻ തൂഫാൻ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം. അതിന് ഈ ഹോസ്പിറ്റലിന്റെ സഹകരണം നമുക്ക് കൈകോർത്ത് ഇവിടെ ജാതിക്കോ മതത്തോ രാഷ്ട്രീയത്തിനപ്പുറമാണ് ഇതിന്റെ മുന്നേറ്റം. നിയമസഭയിൽ ഈ വിഷയം അദ്ദേഹം ഉന്നയിക്കുമ്പോൾ LF ഹോസ്പിറ്റലിനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എന്തായാലും ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് റോജി ഇവിടെ വരേണ്ടത്. പക്ഷേ റോജി അത്യാവശ്യമായി ചെന്നൈയിൽ പോയതുകൊണ്ടാണ് അദ്ദേഹം വരാനായിട്ട് പ്രത്യേകിച്ച് പറയാമെന്ന്. നാളെ ഓപ്പറേഷൻ തുഫാന്റെ പരിപാടികൾ അങ്കമാലിൽ വെച്ചിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിക്കുന്നു.